ഉറങ്ങും മോനെ. ഞാൻ ഉറങ്ങുന്നില്ല. പിന്നെ ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങുള്ളൂ. അച്ഛൻ ഉറങ്ങിക്കോ. ഭാർഗവി, ശരി. അയ്യോ ചേട്ടാ, അങ്ങേരെങ്ങാനും വരുമോ? എടി, ഇന്നും രാത്രി മുഴുവൻ ചെയ്താൽ തീരാത്ത പണി ഏൽപ്പിച്ചുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നു. അവൻ എവിടെ നിന്ന് വരാൻ? ഭയങ്കര ആള് തന്നെ. വാടി ഇവിടെ, നീ ഇവിടെ അച്ഛാ. എന്താ മോനെ? അമ്മ. അമ്മ? അമ്മ എവിടെ? എടാ, എന്നെ ജോലി ഏൽപ്പിച്ചിട്ട് നീ പോന്നത് ഇതിനായിരുന്നു അല്ലേ? ഇതായിരുന്നു നിന്റെ അത്യാവശ്യം. നിന്നെ എനിക്ക് വേണ്ട. എന്റെ അച്ഛൻ വരാണ്ട് ഞാൻ വേണ്ടാന്നല്ലോ പറഞ്ഞു.
ഞങ്ങൾ രണ്ടുപേരെ ഇടിച്ചു. നീ എന്തിനാണ് ഇടിച്ചത്? നീ ആരാടാ ചോദിക്കാൻ? എടാ നീ ഇനി പാവങ്ങളെ ഇടിക്കോ? ഇടിക്കോടാ? ഇല്ലടാ, ഇടിക്കോ? ഇല്ല, ഇല്ല. പാവങ്ങളെ തല്ലി ആളാവാൻ ശ്രമിക്കുന്നോടാ. ചവിട്ടി നിന്റെ എല്ലിയാനൊടിക്കും. നിന്റെ ഒരു കരിക്ക് കൊടുക്കട കാശ്. ഇനി മേലാൽ നിന്നെ ഇവിടെ എങ്ങനെ കണ്ടുപോയാൽ എല്ലാവരുടെയും കാശ് കൊടുത്തേക്ക്. ആ റൗഡിവാസ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചെടുത്തു. എവറാവൻ? മാർക്കറ്റിലുണ്ട്.
കൈരേഖാശാസ്ത്രത്തിന്റെയും ജ്യോത്സ്യത്തിന്റെയും പ്രാഥമിക പാഠം ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. പിന്നെ ഈ 9 ദശകൾ ഏതൊക്കെയാണെന്ന് നിനക്കറിയാം? ഇത്രയുടെ കാര്യം ഞാൻ പറയാം. ഞായറ്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. വെള്ളിയും സ്വർണവും തങ്കവും ചെമ്പ് ഇരുമ്പും ഒന്നും അല്ല ദശ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയ കേതൂർ ദശ, ശുക്രദശ, പിന്നെ സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ. അച്ഛാ, നാളെ ഫീസ് കൊടുക്കഴിഞ്ഞാൽ കോളേജിൽ തന്നെ പുറത്താക്കും. അച്ഛാ, നമുക്ക് കോളേജിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാലോ? പണം കിട്ടുമ്പോ ഒന്നായിട്ട് കൊടുക്കാം. കോളേജിൽ നിന്ന് വിചാരിച്ചാൽ നീ എന്താ വിചാരിച്ച കള്ളഷാപ്പാന്ന് വിചാരിച്ചോ? വേണ്ട, മോളെ അച്ഛൻ നാളെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാൻ പോക്കും. ഞാൻ കോളേജിൽ വന്നിട്ട് മാഷോട് ഞാൻ പറഞ്ഞോളാം. വിളിക്കും. പിന്നെ കോളേജിൽ വല്ല ആമ്പിള്ളേരെ ശല്യം ഉണ്ട് എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഏറ്റ് തല്ലി മുട്ടിന്റെ കാലിൽ ഓടിച്ചോളൂ. ഞാൻ കോളേജിൽ ചുറ്റോടും പോകാറില്ലേ. എന്തിനാ അടിച്ചു വരാനോ? അല്ല, അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ കോളേജ് പെൺപിള്ളേരെ കോളേജ്, ആമ്പിള്ളേരെ കോളേജ്. ഇനി ഈ ഓരോ ദശകൾ എത്ര വർഷമാണെന്നുള്ള വിവരം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഏതൊരു ദശ 6 വർഷം. അച്ഛനും മോനും ഇവിടെ രാവിലെ എന്തോ ചെയ്യാ? ഞാൻ നമ്മുടെ മോനെ ജ്യോത്സ്യം പഠിപ്പിക്കുക. പഠിപ്പിച്ചൊക്കെ മതി. ഒന്ന് ഇങ്ങോട്ട് എണീറ്റ് വന്നാട്ടെ. ഒന്ന് ഇങ്ങോട്ട് എണീറ്റ് വരാതെ. എല്ലാ വെറുതെ ബഹളുണ്ട്. ഈ കുടം എടുത്തോണ്ട് പോയിട്ടേ ആ വാഴയുടെ ചോട്ടിൽ 6 കൂടെ വെള്ളം കോരി ഒഴിക്കണം. പിന്നെ കുറച്ച് വെറും കൂടെ കീറി തന്നിട്ട് ഇന്ന് കൈരേഖ നോക്കാൻ പോകാവൂ. ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ ഡാൻസ് വെള്ളം തരത്തില്ല. പിടി എന്താ കാര്യം? ചേട്ടാ എനിക്ക് കാശ് തരാണ്. എന്താടാ കാശ് കൊടുക്കാത്ത? എനിക്ക് ജോലിയില്ല ചേട്ടാ, ഞാൻ എങ്ങനെ കൊടുക്കാനാണ്? പിന്നെ ജോലി കിട്ടുന്ന ദിവസം തന്നെ ഇവന്റെ കാശ് കൊണ്ട് കൊടുത്തേക്കണം. വാങ്ങിച്ചാ കൊടുക്കാൻ പഠിക്കണം. ഓ, അവൻ കാശ് കൊണ്ട് വരും. പോയിക്കോ. വഴി കിടന്ന് അടികൂടാൻ നടക്കുന്നു. ഇവിടെ അടുത്തിരിക്കുന്ന അശ്വീകരം ആണ് വരും. മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് കുറവാണ്. എന്നാലും തൽക്കാലം മംഗളം ഭവിക്കും. വരണം സാറേ, വരണം. എത്രയോ പേരെന്റെ കൈ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും കറക്റ്റ് തത്ത പറയുന്ന പോലെ മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട് കാണാൻ. 10 രൂപ കൊടുത്താൽ എന്താ പറയുന്നൊക്കെ കറക്റ്റ്. നല്ല ഐശ്വര്യമുള്ള കൈയാണ്. രേഖകളെല്ലാം വേണ്ട വിധത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈശ്വര സുബ്രഹ്മണ്യായ നമഃ. പ്രേമിക്കുന്ന പെണ്ണിനെ തൽക്കാലം കൈവശം മാതാപിതാക്കന്മാര് കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട്. ബാക്കിയെല്ലാം മംഗളം തന്നെ. ആ, ഇരിക്കട്ടെ. ഈശ്വര സുബ്രഹ്മണ്യ. അച്ഛാ, അച്ഛാ, കമ്മീഷൻ എന്താ? കമ്മീഷൻ? എന്തിന്റെ കമ്മീഷൻ? എനിക്കെന്തിനാ കമ്മീഷൻ? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് കമ്മീഷൻ പറ്റാമെന്നായിരുന്നല്ലോ. ഞാൻ ആളെ കൂട്ടിക്കൊണ്ടുവന്ന് കൈ നോക്കി ചെന്നിട്ട് എനിക്കിപ്പോ കാശിന് എടാ, ആ സമയത്ത് 2 വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ കൊലയെത്ര വെട്ടി വെക്കായിരുന്നു. ഒരു ചായ എടുക്കടേ. നിങ്ങൾക്ക് എന്താ എണീച്ചിരിക്കുന്നത്? ഞാൻ വല്ല ചെകുത്തോടെ സുഖം പറ്റാണോ? ഇരിക്കണോ? ഇരിക്കാൻ. മനുഷ്യനെ കണ്ട് മനുഷ്യൻ ഭയക്കും. നിങ്ങൾക്ക് നാണമില്ലേടേ? കാശ് വേണ്ടായിരുന്നു. തനിക്ക് തേയിലയും പഞ്ചസാരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമോ? എടുക്കണോ കാശ്? പാസ്വേർഡ് ചായ കുടിച്ചെന്ന് വിചാരിച്ച് ഇവിടെ ഒരു കുറവ് വരാനില്ല കേട്ടോ. തനിക്ക് കുറവൊന്നുമില്ലെങ്കിലും എനിക്ക് കുറച്ചില്ല. എനിക്ക് ഒരുത്തനെയും ചക്കാത്ത ആവശ്യമില്ല. മനസ്സിലായോ? ആ നടത്തവും ഭാവമൊക്കെ കണ്ട വലിയൊരു റൗഡിയാണെന്ന് തോന്നുന്നു. പക്ഷെ പട്ടുപോലത്തെ സ്വഭാവ. അത് തന്നെ. രാത്രി വീട്ടിലേക്ക് വന്നാൽ മതി. അധികം കുടിച്ചേച്ച് വന്ന് പോത്ത് പോലെ കിടന്നുറങ്ങും. കത്രീനെ 10 ദിവസമായിട്ട് ഉണർന്നാലോ? പേടിക്കണ്ട, ഞാനല്ലേ വരാൻ പറഞ്ഞത്. വരാതിരിക്കല്ലേ? തീർച്ചയായിട്ടും. ഹസ്തരേഖ